students, welcome back to Learn 24 English class. SLC English ക്ലാസ്സിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന പുതിയൊരു ചാപ്റ്റർ ആണ് കേട്ടോ. ചാപ്റ്റർ 5 മൈ സിസ്റ്റേഴ്സ് ഷൂ. ഇതുവരെ നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത് കുറേ സ്റ്റോറിയും ഒരു ആർട്ടിക്കിൾ പഠിച്ചു, പിന്നെ പോം പഠിച്ചു അല്ലേ? ദിസ് ഈസ് എൻറ്റയർലി ഡിഫറെൻറ്റ്. ഇതൊരു പ്ലേ ആണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നാടകം പോലെ. ഓക്കെ, ശരിക്കും സ്ക്രീൻ സ്ക്രിപ്റ്റ് എഴുതിയത് ആണ് ഈ ചാപ്റ്റർ എന്ന് പറയുന്നത്. ഓക്കെ, ഇതാണ് ചാപ്റ്ററിനെ കുറിച്ച് നമുക്ക് പറയാനുള്ളത്. ആൻഡ് ബിഫോർ വി ആർ ഗോയിങ് ടു ലേൺ ആൻഡ് റീഡ് ദിസ് പ്ലേ, നമുക്ക് എന്താണ് ചെയ്യേണ്ടത്? നമ്മുടെ ഓഥറിനെ നമുക്ക് പരിചയപ്പെടണം അല്ലേ? മജീദ് മജീദിയാണ് നമ്മുടെ റൈറ്റർ എന്ന് പറയുന്നത്. ഫ്രം ചിൽഡ്രൻ ഓഫ് ഹെവൻ, ഡിഡക്റ്റഡ് ബൈ മജീദ് മജീദി. അപ്പോൾ ഈ ചാപ്റ്റർ എന്ന് പറയുന്നത് ചിൽഡ്രൻ ഓഫ് ഹെവനിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ്. ഡയറക്റ്റഡ് ബൈ മജീദ് മജീദി. മജീദ് മജീദി, born 17 April 1959, is an Iranian film director, film producer and screenwriter. He has directed several feature films including The Color of Paradise, Baron, The Willow Tree, etc. In 1998, Majidi directed the film Children of Heaven, which was nominated for the Academy Award for Best Foreign Language Film. This is the first Iranian film to have been nominated by the Academy. Okay, അപ്പോൾ മജീദ് മജീദിയെ കുറിച്ചാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അദ്ദേഹം ഒരു ഇറാനിയൻ ഫിലിം പ്രൊഡ്യൂസറും സ്ക്രീൻ റൈറ്ററും ഒക്കെയാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഫിലിംസ് എന്ന് പറയുന്നത് കളർ ഓഫ് പാരഡൈസ്, ബാരൻ, ദ വില്ലോ ട്രീ എന്നിവയൊക്കെയാണ്. പിന്നെ പറഞ്ഞിരിക്കുന്നത് അക്കാഡമി അവാർഡ്സിനുണ്ട്. ബെസ്റ്റ് ഫോറിൻ ഫിലിം അവാർഡ്, നാഷണൽ അവാർഡിന് വേണ്ടിയിട്ട് അദ്ദേഹത്തിൻ്റെ ഫിലിമിനെ സജസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇത്രയാണ് മജീദിയെക്കുറിച്ച് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം. ഇതാണ് നിങ്ങളുടെ ഓഥർ. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ സ്റ്റോറിയിലേക്ക് ഡയറക്റ്റ് ആയിട്ട് തന്നെ പോകാം അല്ലേ? കുറച്ച് എന്തെങ്കിലും ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു രീതിയാണ്. അപ്പോൾ എല്ലാ കൂട്ടുകാരും ശ്രദ്ധിച്ചിരിക്കുക. അപ്പം നമുക്ക് നമ്മുടെ ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യാം അല്ലേ? പ്രോജക്റ്റ് ടൈഗർ എന്ന് പറഞ്ഞാൽ നമ്മുടെ 4 ചാപ്റ്റർ പഠിച്ചപ്പോൾ നമ്മൾ കണ്ടു എന്തൊക്കെ കാര്യങ്ങളാണ് ഷൂട്ടിങ്ങിന് എന്തൊക്കെ ബുദ്ധിമുട്ടുകളാണ് ഉണ്ടായിരുന്നല്ലേ? അപ്പോൾ അങ്ങനെ പെർഫെക്റ്റ് ആയിട്ട് ഷൂട്ട് ചെയ്യണമെങ്കിൽ നമുക്ക് വേണ്ടിയത് ശരിക്കും പറഞ്ഞാൽ നല്ലൊരു സ്ക്രിപ്റ്റാണ്. അപ്പോൾ ഇത് ഒരു തരത്തിൽ പറഞ്ഞാൽ സ്ക്രിപ്റ്റാണ്. ഓക്കെ, അപ്പോൾ ആ ഒരു പോയിന്റ് ഓഫ് വ്യൂടെ വേണം നിങ്ങൾ ഈ ചാപ്റ്ററിനെ കാണാനായിട്ട്. അപ്പോൾ നമുക്ക് ഓരോ ചെറിയ കാര്യങ്ങൾ പോലും ഇതിനകത്ത് മെൻഷൻ ചെയ്തിട്ടുണ്ട്. റെഡി അല്ലേ? അപ്പോൾ നമുക്ക് ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യാം. മൈ സിസ്റ്റേഴ്സ് ഷൂ, സീൻ 1, കോബ്ലേഴ്സ് ഷോപ്പ്. കോബ്ലറുടെ കട. കോബ്ലർ എന്ന് പറഞ്ഞാൽ ആരാണ്? ചെരുപ്പ് കുത്തി. ഓക്കെ, ക്ലോസ് അപ്പ് ഓഫ് എ കോബ്ലർ സ്റ്റിച്ചിങ് എ ഗേൾസ് ഷൂ. Only the pink shoe and the cobbler's hands are in the frame. The camera moves back to middle distance to show Ali sitting on a low chair next to the cobbler and watching him work. The cobbler finishes stitching the shoe, picks up the other one of the pair and hands them both to Ali. Cobbler: That's all. Be 30 thousands. Ali: Thank you. Cobbler: Here is your change. അപ്പോൾ സീൻ 1 ആദ്യം പറയുന്നത് കോബ്ലറുടെ ഷോപ്പാണ്, ചെരുപ്പുകുത്തിയുടെ കട. അവിടെ ആദ്യം കാണിക്കുന്നത് കോബ്ലർ ഈ ഷൂ തയ്ച്ചുകൊണ്ടിരിക്കുന്നത്, അയാളുടെ കൈയും ആ ഷൂ ഉള്ള ക്ലോസപ്പ് ആണ്, തൊട്ടടുത്തുള്ള വ്യൂ ആണ് കാണുന്നത്. അത് കഴിഞ്ഞ് നമ്മൾ കുറച്ചൊരു ഡിസ്റ്റൻസ് ഇട്ടിട്ട് കാണും അലി എന്ന് പറഞ്ഞ ഒരാൾ അവിടെ ഇരിക്കുകയാണ്. ഈ കോബ്ലർ ഈ ചെരുപ്പ് തയ്ച്ചുകൊണ്ടിരിക്കുന്ന അയാൾ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അതിനുശേഷം എന്താ സംഭവിക്കുന്നത്? ഈ ചെരുപ്പുകൾ രണ്ടും അലിക്ക് കോബ്ലർ കൊടുത്തു. 30 thousands. തൗമൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറാനിയൻ മണിയാണ് കേട്ടോ. ഇറാനിലെ പണത്തിന് നമ്മൾ പേരാണ് തൗമൻസ് എന്നുള്ളത്. അലി താങ്ക് യു പറഞ്ഞു. എന്നിട്ട് കോബ്ലർ അതിൻ്റെ ബാക്കി ചേഞ്ച് അവിടെ ബോക്സിൽ നിന്ന് പൈസ എടുത്ത് അലിക്ക് കൊടുക്കുകയും ചെയ്തു. ഇത്രയാണ് കോബ്ലേഴ്സ് ഷോപ്പിനകത്ത് വരുന്നത്. മനസ്സിലായല്ലോ അല്ലേ? അപ്പോൾ ഇനി നമുക്ക് അടുത്തത് നോക്കാം. അടുത്ത സെക്ഷൻ വായിക്കുകയാണ് കേട്ടോ. കട്ട് ടു ദ സ്ട്രീറ്റ് ഔട്ട്സൈഡ്. Seen from across the street, the cobbler's shop where Ali and the cobbler are sitting can be seen. To the right of the cobbler's shop is a door with a curtain hanging on it, which appears to open into a row house. Ali is leaving the shop. Ali's voice: Thank you. The cobbler's voice: You are welcome. Goodbye. A man with a parcel under his arm walks up to the curtain door, lifts the curtain and goes in as Ali comes out of the cobbler's shop, putting the shoes into a small black bag in his hand. Walks down the street and moves out of the frame on the left. Okay. പിന്നെ നമ്മൾ പുറത്തുള്ളതാണ് കാണുന്നത്. പുറത്തുള്ളതെന്ന് പറഞ്ഞാൽ കടയുടെ പുറത്തേക്കുള്ള സീന്, സ്ട്രീറ്റ് ആണ് കാണുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? അലി കോബ്ലറുടെ ഷോപ്പിൽ നിന്നും പൈസ വാങ്ങിച്ചു താങ്ക് യു ഒക്കെ പറഞ്ഞ് അവരിറങ്ങി.
അപ്പോൾ അതിൻ്റെ വലതുവശത്തായിട്ട്, ഈ ഷോപ്പിൻ്റെ വലതുവശത്തായിട്ട് ഒരു ഡോറുണ്ട്, അവിടെ ഒരു കർട്ടൻ ഇട്ടിട്ടുണ്ട്. അത് ഓപ്പൺ ചെയ്ത് അകത്തേക്ക് കയറി കഴിഞ്ഞാൽ ഒരു വീടിൻ്റെ ഭാഗമാണ്. ഓക്കെ, അപ്പോൾ ഒരു മനുഷ്യൻ ഒരു പാഴ്സലുമായിട്ട് അവിടേക്ക് വന്നു. ആൾ കർട്ടൻ മാറ്റി അകത്തേക്ക് പോയി. ആ സമയത്താണ് അലി അവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങി സ്ട്രീറ്റിൽ കൂടെ നടന്ന് പോയി. ഇത്രയാണ് ആ ഒരു ഷോട്ടിന്, ആ ഒരു ഫ്രെയിമിൽ വരുന്നത്. മനസ്സിലായല്ലോ അല്ലേ? ഇത് ഓരോരോ, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വലിയ പേപ്പർ കഷ്ണത്തിനെ, ഒരു വലിയ പേപ്പറിനെ പല പല കഷ്ണങ്ങളാക്കി അതിനെ അതിൻ്റെ ഓർഡർ അനുസരിച്ച് അടുക്കി വെക്കുന്നത് പോലെയാണ് ഓരോ സീനുകളും അടുക്കി വെക്കുന്നത്. അപ്പം അലിയുടെ കടയ്ക്കകത്ത് നടന്ന് ചെരുപ്പ് തയ്പ്പിച്ചത് കണ്ടു. അത് കഴിഞ്ഞ് അയാൾ തിരിച്ചിറങ്ങിപ്പോയപ്പോൾ ഒരാൾ വന്ന് കയറുന്നതും അലി അകത്തേക്ക് പോകുന്നതും കാണിച്ചു. കോബ്ലർ അകത്തേക്ക് പോകുന്നതും കാണിച്ചു. മനസ്സിലായല്ലോ അല്ലേ? ശരി, അപ്പോൾ നമുക്ക് ഇനി ബാക്കി നോക്കാം. നെക്സ്റ്റ് സീൻ 2, ബേക്കറി. സീൻ 2 എന്ന് പറയുന്ന ഒരു ബേക്കറിക്ക് അകമാണ് കാണിക്കുന്നത്. ബേക്കറിയിൽ എന്താണ് നടക്കുന്നതെന്നാണ് കാണിക്കുന്നത്. ഇൻസൈഡ് ദ ബേക്കറി, ഷോട്ട്സ് ഓഫ് ബ്രെഡ് ബീയിങ് ബേക്ഡ്, ക്ലോസപ്പ് ഓഫ് എ ഹാൻഡ് പുട്ടിംഗ് ഇൻ ദ സ്റ്റഫ്, kneaded flour spread on a baking board and taking out baked naan. The camera pans slightly to the right to show Ali packing up the naan robbed by the cook and stacking them on a cloth spread to a wooden plank. The camera moves back to show Ali and 3 cooks sitting around the stuff, kneading and putting it inside the stuff. Ali finishes stacking the naan and ties up the cloth into a bundle. ഒരു ബേക്കറിയുടെ അകമാണ് കാണിക്കുന്നത്. ബ്രെഡ് ബേക്ക് ചെയ്ത് എടുക്കുന്ന ക്ലോസപ്പിൽ അടുത്ത് കാണിക്കുകയാണ്. അതിനുശേഷം ബേക്ക് ചെയ്തെടുത്ത നാന് പുറത്തേക്ക് എടുക്കുന്നുണ്ട്. എന്നിട്ട് ക്യാമറ റൈറ്റ് സൈഡിലേക്ക് വലത്തേക്ക് മൂവ് ചെയ്യുകയാണ്. ഇതെല്ലാം പെറുക്കി വെന്തെടുത്ത നാനെല്ലാം പെറുക്കി ഒരു പലകയിലിടുകയാണ്. അതിനുശേഷം പിന്നീട് ഇതൊരു തുണിയിലേക്ക് അത് പാക്ക് ചെയ്യുകയും അതൊരു ബണ്ടിലാക്കി എടുക്കുകയും ചെയ്യുന്നു. ഇത്രയാണ് സീൻ 2-ൽ ബേക്കറിയുടെ ഇൻസൈഡ് കാണിക്കുമ്പോൾ ഉള്ളത്. ഓക്കെ, ഇതുവരെ മനസ്സിലായല്ലോ അല്ലേ? അപ്പോൾ ഇനി നമുക്ക് നെക്സ്റ്റ് പേജ് എടുക്കാം. Scene 3, the footpath outside the bakery. A small group of men are waiting in a queue outside the bakery to buy naan. The outline of buildings in the street is seen in the distance. Ali is seen coming out from the bakery into the footpath. The parcel of naan is his right hand and the parcel of shoes in his left. He crosses the pavement and walks into a vegetable store. He places the bundle of naan on top of pile of boxes of vegetables stacked in front of the shop and a bag of shoes in the small gap between the 2 boxes. On the soundtrack, a hawker's voice is heard, "Salt, salt for trade." The shopkeeper is seen standing behind the counter. Ali: Assalamu alaikum. Akbar Akwa. I need some potatoes. Akbar: The shopkeeper gives Ali a small black bag to put potatoes in. Ali starts picking the large wholesome potatoes in a box at the top of the heap. Akbar: Not those, kid. Pick some down there. Ali moves his right, squats down and fills the bag with smaller potatoes from a box on the floor. Close-up of Ali picking the potatoes. അപ്പോൾ എന്താണ് കാണിക്കുന്നത്? ബേക്കറിയിൽ നിന്ന് പുറത്തിറങ്ങിയിട്ട് സ്ട്രീറ്റ്, വീണ്ടും ആ സ്ട്രീറ്റാണ് കാണിക്കുന്നത്. ബേക്കറിയുടെ പുറത്ത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നാൻ മേടിക്കാനായിട്ട് കുറേ പേര് ക്യൂ നിൽപ്പുണ്ട്. അപ്പം ഈ സ്ട്രീറ്റിലുള്ള കുറേ ബിൽഡിങ്ങുകളെല്ലാം അവിടെ കാണാം ബാക്ക്ഗ്രൗണ്ടിലായിട്ട്. അലി ബേക്കറിയിൽ നിന്നും നടപ്പാതയിലേക്ക്, ഈ സ്ട്രീറ്റിലേക്ക് നടന്നു വരികയാണ്. അയാളുടെ റൈറ്റ് ഹാൻഡിൽ, ഈ ലെഫ്റ്റ് ഹാൻഡിലും ഒരു കയ്യിൽ നാനും മറ്റേ കയ്യിൽ ഷൂസും ഉണ്ട്, 2 കയ്യിലും ഉണ്ട്. അതിന് പിടിച്ചുകൊണ്ടാണ് വരുന്നത്. ഒരു പച്ചക്കറി വാങ്ങുന്ന കടയിലേക്ക്, വെജിറ്റബിൾ ഷോപ്പിലേക്ക്, പച്ചക്കറി കടയിലേക്ക് വന്നു. അവിടെ അയാളുടെ കയ്യിലുള്ള സാധനമൊക്കെ അവിടെ വെച്ചു. എന്നിട്ട് എന്താണ് പറയുന്നത്, സോൾട്ട് വയ്ക്കും, ഉപ്പ് വയ്ക്കുന്ന ഒരാളുടെ ഒച്ച നമുക്ക് ബാക്ക്ഗ്രൗണ്ടിൽ ഇങ്ങനെ കേൾക്കാം. ഓക്കെ, അതിനുശേഷം എന്താണ് പറയുന്നത്, അയാൾ കുറച്ച് എന്താ വാങ്ങിക്കാൻ വന്നത്, പൊട്ടറ്റോ, ഉരുളക്കിഴങ്ങ് വാങ്ങിക്കാൻ വന്നു. അവിടെ നിന്ന് കുറേ ഉരുളക്കിഴങ്ങ് അയാൾ പെറുക്കി എടുക്കുന്നുണ്ട്. അപ്പം കടക്കാരൻ അയാളോട് പറഞ്ഞു, അക്ബർ പറഞ്ഞു അതല്ല മറ്റേ പൊട്ടറ്റോസ് എടുക്കാൻ പറഞ്ഞു. അയാൾ കുറച്ച് ചെറിയ പൊട്ടറ്റോസ് കൊണ്ട് കൂട്ടി അവർ ഫുള്ള് പെറുക്കി എടുക്കുകയാണ്. ഓക്കെ, ഇത്രയാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. ഇനി കട്ട് ടു വ്യൂ ഓഫ് ദ പൊട്ടറ്റോസ് ഫ്രം ദി പേയ്മെൻറ്റ്. ആ ഷോപ്പിൽ നിന്നും അടുത്ത പേയ്മെൻറ്റിലേക്ക് അത് വീണ്ടും എന്താണ് ക്യാമറയുടെ ആംഗിൾ മാറ്റിയെടുക്കുകയാണ്. A man pushing a handcraft filled with junk enters the frame in the right and stops in front of the shop. The junk collector loudly to the shopkeeper, "Assalamu alaikum, with your permission." The junk collector picks up the bundle of used polythene bags lying scattered on the floor near the box of vegetables and throws them into the cart.
He sees Ali's parcel of shoes, taking it for junk. He picks it up and puts it in the cart. The junk collector, goodbye. Akbar, goodbye. The junk collector leaves. ജങ്ക് കളക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? വേണ്ടാത്ത വേസ്റ്റ് വെച്ചിരിക്കുന്ന സാധനങ്ങളൊക്കെ കളക്ട് ചെയ്യാനായിട്ട് ഒരാൾ പെട്ടെന്ന് അവിടെ വന്നു. ആ കടയിൽ സ്കാറ്റേർഡായി അവിടെ ചെതിരി കിടക്കുന്ന വേണ്ടാത്ത കുറേ കൂടുകളും കാര്യങ്ങളൊക്കെ അയാൾ എടുത്തുകൊണ്ട് പോയി. അപ്പോഴാണ് അയാൾ അവിടെ ഒരു സഞ്ചിക്കകത്ത് ഷൂ ഇട്ട് വെച്ചിരിക്കുന്നത്. അയാൾ ഓർത്തു എന്താണ്, ആ ഷൂസും വേണ്ടാത്തതായിരിക്കും എന്ന് വിചാരിച്ച് അലി തയ്പ്പിച്ച് കൊണ്ടുവന്ന് ആ ഷൂസ് എടുത്തിട്ട് എന്ത് ചെയ്തു? ജങ്ക് കളക്ടർ അയാളുടെ കാർട്ടിനകത്തേക്ക്, അയാളുടെ ആ വണ്ടിക്കകത്തേക്ക് ഇട്ടു. എന്നിട്ട് അയാൾ ഗുഡ് ബൈ പറഞ്ഞ് അവിടെ നിന്ന് പോയി. ക്ലിയർ ആണല്ലോ അല്ലേ? നമുക്ക് നോക്കാം ഇനി ബാക്കി എന്ത് സംഭവിച്ചെന്ന്. കട്ട് ടു വ്യൂ ഫ്രം ഇൻസൈഡ് ദ ഷോപ്പ്. കടയ്ക്കകത്ത് നിന്ന് സീൻ മാറ്റുകയാണ് കടയ്ക്കകത്തേക്ക്, കേട്ടോ. കടയ്ക്കകത്തേക്ക് സീൻ മാറ്റി. അക്ബർ ഈസ് ഓൺ ദ ലെഫ്റ്റ് എഡ്ജ് ഓഫ് ദ ഫ്രെയിം കൗണ്ടിങ് മണി. അക്ബർ പൈസ കൗണ്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു. കട്ട് ടു അലി ഫില്ലിങ് ഹിസ് ബാഗ് വിത്ത് പൊട്ടറ്റോസ്. അലി എന്താണ് ബാഗിലേക്ക് പൊട്ടറ്റോസ് ഇട്ട് വെക്കുകയാണ്. Ali finishes filling the bag and hands it to the Akbar for weighting. Akbar holds the bag for his hand to feel the weight of the moment and hands back to Ali. എന്ത് ചെയ്തു? പൊട്ടറ്റോസ് വെയിറ്റ് നോക്കാൻ കൊടുത്തു. വെയിറ്റ് നോക്കിയിട്ട് അപ്പം തന്നെ അലി അത് തിരിച്ച് അക്ബർ അത് തിരിച്ച് അലിക്ക് കൊടുത്തു. അക്ബർ പറഞ്ഞു 65 thousands. അലി, my mom said it put in our tab. Akbar, tell your account has reached its limit. Should pay at least part of it. Ali, all right. എന്ത് പറഞ്ഞത്? അയാൾ പറയുകയാണ് സഞ്ചിയിലെ തൂക്കം നോക്കി 65 thousands വേണം എന്ന് പറഞ്ഞു. എന്നിട്ട് എന്ത് പറഞ്ഞു? പറ്റ് എഴുതിക്കോളാൻ പറഞ്ഞൊരു പരിപാടിയുണ്ട് നമ്മുടെ നാട്ടിൽ അല്ലേ, കണക്ക് എഴുതി വെച്ചേക്കാൻ. പൈസ ഇപ്പോൾ കൊടുക്കാനില്ലാത്തതുകൊണ്ട് കണക്ക് എഴുതി വെച്ചേക്കാൻ പറഞ്ഞു. അമ്മ എങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നതെന്ന് അലി പറഞ്ഞു. അപ്പോൾ അക്ബർ പറഞ്ഞു അമ്മയോട് പറയണം, കുറേ ആയിട്ടുണ്ട് പൈസ തരാനായിട്ട്, കുറച്ചെങ്കിലും പൈസ തരാൻ പറയണമെന്ന് പറഞ്ഞു. അലി ഓക്കെ പറഞ്ഞു. എന്നിട്ട് അവിടെ നിന്ന് അലി പോവാനായിട്ട് തിരിഞ്ഞു. ഓക്കെ, അപ്പോൾ ഇത്ര വരെ മനസ്സിലായല്ലോ. ഇനി ഷോപ്പിൽ നിന്നും പുറത്തേക്കുള്ള വ്യൂ ആണ് കാണിക്കാൻ പോകുന്നത്. He goes to the pile of boxes in front of the shop and picks up the bundle of naan and then looks for the bag of shoes. Unable to find it, he places the bag of naan atop the vegetable box and begins to search underneath. First he puts his hand and then his head in the gap between the boxes of vegetables, which upsets them all. The vegetable boxes tumble and vegetables scatter on the ground. On hearing the sound, Akbar comes running from inside the shop and sees the vegetables strewn in the ground. Akbar, what the hell are you doing? Why did you spoil this? Are you crazy? അപ്പോൾ എന്താണ്, ആ വ്യൂ വീണ്ടും മാറിയിരിക്കുകയാണ്. ഷോപ്പിൽ നിന്ന് വീണ്ടും മാറിയിരിക്കുകയാണ് ഷോപ്പിന് പുറത്തേക്ക്. ഓക്കെ, അപ്പം എന്താണ്, ഈ സാധനമെല്ലാം മേടിച്ചുകൊണ്ട് പോകാൻ തുടങ്ങുമായിരുന്നു പറഞ്ഞല്ലോ. അപ്പോൾ ഇതെല്ലാം എടുത്തു വെച്ച് കഴിഞ്ഞിട്ട് ഇയാൾ ഷൂസ് വെച്ചിരിക്കുന്ന ബാഗ് എന്ത് ചെയ്യാൻ അവിടെ നോക്കിയപ്പോൾ എന്ത് പറ്റി? കാണാനുണ്ടോ അവിടെ? ഇല്ല അല്ലേ, കാണാനില്ലാത്തപ്പോൾ അയാൾ വീണ്ടും തപ്പി. ഗ്യാപ്പിലൊക്കെ അയാൾ പതിയെ കുനിഞ്ഞ് കൈയിട്ടൊക്കെ നോക്കി. അവസാനം അത് തലയിട്ട് നോക്കി. എന്തു പറ്റി? ഒരു പെട്ടികൾക്കകത്തായിരുന്നു, ബോക്സസിനകത്തായിരുന്നു വെജിറ്റബിൾസ് എല്ലാം അവിടെ സൂക്ഷിച്ചു വെച്ചിരുന്നത്. എന്തു പറ്റി? വെജിറ്റബിൾസ് എല്ലാം മറിഞ്ഞ് താഴെ പോയപ്പോൾ കടക്കാരന് ഇഷ്ടപ്പെടുവോ? ഇല്ല. അയാൾ എന്ത് പറഞ്ഞു? അക്ബർ ദേഷ്യത്തിൽ വന്നിട്ട് ചോദിച്ചു, നീ എന്ത് പണിയാണ് ഈ കാണിക്കുന്നത്? പച്ചക്കറി എല്ലാം എന്തിനാണ് ഇങ്ങനെ വലിച്ചു വാരി ഇട്ടേക്കെന്ന് ചോദിച്ചു. നിനക്ക് വട്ടാണോ? ആർ യു മാഡ് എന്ന് ചോദിക്കുകയാണ്. ഓക്കെ, ഭയങ്കര ദേഷ്യത്തിനാണ് അലി ഇത്തരം കാര്യങ്ങൾ ചോദിക്കുന്നത്. മനസ്സിലായല്ലോ അല്ലേ? ഇതുവരെ കഥ മനസ്സിലായല്ലോ. ഇനി ബാക്കി കൂടി ഉണ്ട്. അപ്പോൾ ഇനി നമുക്ക് നെക്സ്റ്റ് പേജ് എടുത്തിട്ട് വായിച്ചു നോക്കാം. നെക്സ്റ്റ് പേജ് നമ്പർ 60. അലി, മൈ സിസ്റ്റേഴ്സ് ഷൂ ഹാവ് ഡിസപ്പിയർഡ്. അക്ബർ, ഗെറ്റ് ലോസ്റ്റ്, ബീറ്റ് ഇറ്റ്. അലി, ഐ ലെഫ്റ്റ് മൈ സിസ്റ്റേഴ്സ് ഷൂ ഹിയർ. അക്ബർ, ഐ സെഡ് ഗെറ്റ് ലോസ്റ്റ്. അപ്പോൾ അലി പറയാണ് എൻ്റെ സിസ്റ്റർ ഷൂ ഇവിടെ വെച്ചായിരുന്നു, കാണാതെ പോയി എന്ന് അലി പറയാണ്. അക്ബർ സമ്മതിക്കുന്നുണ്ടോ? ഇല്ല. ഗെറ്റ് ലോസ്റ്റ് എന്ന് പറഞ്ഞ് അവനെ ഇവിടെ നിന്ന് ഓടിച്ചു വിട്ടു. നെക്സ്റ്റ് സീൻ 4, അലീസ് ഹൗസ്. ഇനി അടുത്ത് കാണിക്കുന്നത് അലിയുടെ ഹൗസാണ്. സീൻ 4. മിഡിൽ ഡിസ്റ്റൻസ് ഷോട്ട് ഓഫ് അലി ആൻഡ് ഹിസ് സിസ്റ്റർ സൈറ reading their textbooks kneeling on the mattress. A baby's cry is heard faintly on the soundtrack. The camera closes in on Zaira, who is writing in a notebook. Mumbling the words as she writes, Ali, how am I going to school without shoes? The camera moves back to middle distance. Now both Zara and Ali are in the frame. Their parents' conversation on the other end of the room is heard on the soundtrack, interspersed with the sound of the hammer banging. അപ്പോൾ എന്താ പറയുന്നത്? ചെറിയൊരു ഡിസ്റ്റൻസിൽ അലിയുടെ സിസ്റ്ററും അവിടെ ഇരുന്ന മാട്രസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് ആ പായ പോലെ ഇടുന്ന ഒരു സാധനമാണ് മാട്രസ്.
ബെഡ് പോലെ ഇരിക്കും, അതവിടെ ഇട്ടിട്ട് അവരിങ്ങനെ മുട്ടുമടക്കി അവിടെ ഇരുന്ന് അവരുടെ പുസ്തകങ്ങൾ വായിക്കുകയും എഴുതുകയൊക്കെയാണ്. അപ്പം അങ്ങനെ ഇരിക്കുന്ന ഇരിപ്പിൽ സേറ ചോദിക്കുകയാണ്, സ്കൂളിൽ പോകുമ്പം ഷൂ ഇല്ലാതെ ഞാൻ എങ്ങനെ സ്കൂളിൽ പോകും എന്ന് ചോദിക്കുകയാണ്. അപ്പം അതേ സമയത്ത് തന്നെ രണ്ടുപേരെയും സേറേനെയും അലിയെയും ക്യാമറയിൽ കാണിക്കുന്നുണ്ട്. ആ കൂട്ടത്തിൽ തന്നെ ബാക്ക്ഗ്രൗണ്ടിൽ അവരുടെ പേരൻസ് സംസാരിക്കുന്ന സൗണ്ടും കേൾക്കാം. ഓക്കെ, അപ്പോൾ അത് കേട്ടുകൊണ്ടും കൂടിയാണ് ഇവർ സംസാരിക്കുന്നത്. അപ്പം പേരൻസ് അവിടെ സംസാരിക്കുന്നുണ്ട് അതിൻ്റെ ഇടയ്ക്ക്. ഓക്കെ, നമുക്ക് ബാക്കി നോക്കാം. മദർ: Go to a company store tomorrow. We don't have any formula left. Zara passes a notebook to Ali. Father: Don't worry. Rahim Akwa's wife had a slip disc. The surgery made it worse. ഇപ്പം എന്താണ് പറയുന്നത്? അമ്മ പറയുകയാണ്, ഒരു ബേബി കരയുന്നുണ്ടെന്ന് നമ്മൾ പറഞ്ഞു അല്ലേ. ആ ബേബിയുടെ ഫോർമുല മീൻസ് പൗഡർ, കൊച്ചിന് കൊടുക്കുന്ന പൗഡറാണ്, അത് തീർന്നു പോയിട്ടുണ്ട് എന്ന് പറയുകയാണ്. അപ്പോൾ പറയാണ് റഹീം സാറിൻ്റെ വൈഫിന് എന്തോ ഒരു പ്രോബ്ലം, കുറച്ച് ഹെൽത്ത് ഇഷ്യൂസ് വന്നിരിക്കുകയാണ്. അപ്പോൾ അത് സർജറി ചെയ്തപ്പോൾ ശരിയായിട്ടില്ല, അപ്പോൾ കുറേ പൈസയായി എന്ന് അയാൾ പറയുകയാണ്. Alternate close-up of Ali and Zara listening to their parents' conversation and looking at each other. അപ്പോൾ അലിയും സേറയും പേരൻസ് പറയുന്ന ഈ ഡയലോഗുകൾ സംസാരങ്ങളൊക്കെ കേട്ടിട്ട് ഒരു മുഖത്തോട് മുഖം അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുന്നതാണ് അവിടെ കാണിക്കുന്നത്. കട്ട് ടു, അവിടെ സീൻ കട്ട് ചെയ്യാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സീൻ അവിടെ നിന്ന് മാറുകയാണ്. മിഡിൽ ഡിസ്റ്റൻസ് ഷോട്ട് ഓഫ് മദർ ലൈങ് ഓൺ ബെഡ് ടുവേർഡ്സ് ലെഫ്റ്റ് ഓഫ് ദി ഫ്രെയിം, leaning back against two propped of pillows. Father is sitting on a chair beyond the bed near the wall, chopping wooden flints with a hammer on a block. Behind him are two ledges on which are seen some vessels and clothes. Father, you should learn to live with it. Okay, അപ്പം അവരുടെ അമ്മയും അച്ഛനും ഉള്ള റൂമിൻ്റെ ഷോട്ടാണ് പിന്നെ കാണിക്കുന്നത്. അപ്പോൾ അമ്മ ബെഡിൽ ഇങ്ങനെ കിടക്കുന്നത് പോലെയാണ് കാണിക്കുന്നത്. അപ്പന് അതിൻ്റെ അടുത്തിരിപ്പുണ്ട്, അവരുടെ ഫാദർ പുള്ളി അതിൻ്റെ അടുത്തുണ്ട്. എന്നിട്ട് ഫാദർ വൈഫിനോട് പറയുകയാണ്, നീ ജീവിത സാഹചര്യവുമായിട്ട് ജീവിക്കാൻ പഠിക്കണം, സാഹചര്യവുമായിട്ട് പൊരുത്തപ്പെട്ട് ജീവിക്കാൻ പഠിക്കണം എന്ന് ഫാദർ പറയുകയാണ്. കട്ടു, അവിടുന്ന് സീൻ മാറുകയാണ്. ക്ലോസപ്പ് ഓഫ് അലി റീഡിങ് ഫ്രം ദ ബുക്ക് സേറ ഹാസ് പാസ് ടു ഹിം. അതിനിടയ്ക്ക് സേറ അലിക്കൊരു ബുക്ക് പാസ് ചെയ്തു, ആ ബുക്ക് അലി വായിക്കുകയാണ്. മദർ: What do you want me to do? Do nothing all day. Ali starts writing in the notebook. Father: Well, the doctor has forbidden work. Ali writes you can go to school with slippers. Mother: ഇപ്പം എന്താ പറയുന്നത്? അവർ പറയുകയാണ്, മദർ പറയുകയാണ്, ഞാൻ ദിവസം മുഴുവൻ എനിക്ക് ചുമ്മാ ഇരിക്കണമെന്നാണോ പറയുന്നത് എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ഹസ്ബൻഡ്, അതായത് അലിയുടെ ഫാദർ എന്ത് പറയും? ഡോക്ടർ അങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്, ഡോക്ടർ പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ എഴുതിയിരിക്കുന്ന ബുക്കിലേക്ക് നോക്കിയിട്ട് അലി സിസ്റ്ററിനോട് പറയാണ്, നിനക്ക് സ്കൂളിൽ നിൻ്റെ ഷൂസ് ഇട്ടുകൊണ്ട് അല്ലെങ്കിൽ നിൻ്റെ ചെരുപ്പ് ഇട്ടുകൊണ്ട് നമുക്ക് പോകാൻ പറ്റും, നിനക്ക് പോകാൻ പറ്റും, പേടിക്കണ്ട എന്ന് അലി അവൻ്റെ സിസ്റ്ററിനോട് പറയുന്നതാണ് ഇവിടെ ഈ സീനിൽ, ഈ സീൻ ഷിഫ്റ്റ് ചെയ്യുന്നതിൽ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ഫാദറിൻ്റെയും മദറിൻ്റെയും വോയിസ് ശരിക്കും കേൾക്കുന്നതേ ഉള്ളൂ കേട്ടോ. ഓഫ് സീനിലാണ് അവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ സീനിലില്ല, കാണിക്കുന്നത് കുട്ടികളെയാണ്, പക്ഷേ പേരൻസിൻ്റെ ഡയലോഗുകളാണ് അവർ ബാക്ക്ഗ്രൗണ്ടിൽ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഓക്കെ. മദർ: Kokab Khanon's sister's surgery and she's fine. Cut to close-up of Zara taking the notebook and reading what Ali has written in it. Father, don't ever think about surgery. Alternate close-up of Zara and Ali looking at each other. Father: I don't want you to become crippled. Cut to close-up of Zara writing in the notebook. അപ്പം ഈ പേരൻസ് സംസാരിക്കുന്ന ബാക്ക്ഗ്രൗണ്ട് കേൾക്കുന്നതിനിടയ്ക്ക് കുട്ടികൾ രണ്ടുപേരും നോട്ട്ബുക്കിൽ ഇത് എഴുതിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പാസ് ചെയ്യുന്നതാണ്. അതാണ് ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ബ്രാക്കറ്റിൽ കൊടുത്തിരിക്കുന്നത് വായിക്കുന്നത്. ഓക്കെ. പിന്നെ പേരൻസിൻ്റെ ഡയലോഗ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ പറയുകയാണ്, ഖൊക്കാബ് എന്ന് പറഞ്ഞ ആളുടെ സിസ്റ്ററിന്, സഹോദരിക്ക് സർജറി നടത്തി, അവർ നല്ല സുഖമായിട്ടാണ് ഇരിക്കുന്നത്, അവർക്ക് കുഴപ്പമൊന്നുമില്ല എന്ന് പറയുകയാണ്. അപ്പോൾ അയാൾ പറയുകയാണ്, നീ ഒരു ക്രിപ്പിൾഡ് എന്ന് പറഞ്ഞാൽ വികലാംഗയാണ്, എന്തെങ്കിലും ശാരീരിക വൈകല്യമുള്ള ആൾ വികലാംഗർ എന്ന് പറയും. അപ്പോൾ അങ്ങനെ ആകണമെന്ന് എനിക്ക് ഒരാഗ്രഹവും ഇല്ല, അതുകൊണ്ട് കൂടുതൽ നീ അതേക്കുറിച്ച് ചിന്തിക്കൊന്നും വേണ്ട എന്ന് പറയുകയാണ്. എന്നിട്ട് എന്ത് പറ്റുന്നു, ഈ സമയത്ത് തന്നെ സേറ നോട്ട്ബുക്കിൽ എഴുതുന്നതിൻ്റെ ഒരു ക്ലോസ് അപ്പ്, അതായത് തൊട്ടടുത്തേക്ക് ക്യാമറ കാണിച്ചിട്ട് സേറ എഴുതുന്നത് എന്താണെന്ന് കാണിക്കുകയാണ്. മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലേ? ചെറിയൊരു സീനാണ്, പക്ഷെ അതിൻ്റെ ഏറ്റവും മൈന്യൂട്ടായിട്ടുള്ള കാര്യങ്ങളും കൂടെ ഇൻക്ലൂഡ് ചെയ്താണ് ചാപ്റ്റർ പോകുന്നത്. ഇതാണ് സ്ക്രിപ്റ്റ് റൈറ്റിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ബാക്കി നോക്കാം. ഓക്കെ, ടേക്ക് ദ നെക്സ്റ്റ് പേജ് 62. Mumbling as she writes, Ali, you have some nerve. You lost my shoes. I'll tell Dad. Quick close-up of Ali looking at Zara. She passes the notebook to Ali. Close-up of the notebook.
സൈറ പെട്ടെന്ന് അലിയോട് പറയാണ്, അലി ഞാൻ ഡാഡിയോട് പറഞ്ഞു കൊടുക്കും നീ എൻ്റെ ഷൂസ് കളഞ്ഞു എന്നുള്ളത്. എന്നിട്ട് അവരുടെ ക്ലോസപ്പ് കാണിക്കുകയാണ്. ക്ലോസപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്? ആ മുഖം ഇങ്ങനെ എടുത്ത് കാണിക്കുന്നുണ്ട്, മുഖം തൊട്ടടുത്ത് കാണുന്നതാണ്. The conversation of their parents continues on the soundtrack, now less audible. Interspersed by the beat of the hammer in the block, close-up of Ali writing on the notebook. Two close-ups of father walking on the other end of the room looking at the camera, interspersed with close-up of Ali and Zaira and middle ranges of shot showing them. ഇതാണ് ഫാദർ അവിടെ റൂമിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ അലിയുടെയും സേറയുടെയും ക്ലോസപ്പും മാറി മാറി കാണിക്കുകയാണ്. ആ കൂട്ടത്തിൽ തന്നെ അലി നോട്ട്ബുക്കിൽ എഴുതുന്നതിൻ്റെ ക്ലോസപ്പും കാണിക്കുകയാണ്. അനി റൈറ്റ്സ് ഇൻ എ നോട്ട്ബുക്ക് ആൻഡ് പാസസ് ടു സേറ. അലി നോട്ട്ബുക്കിൽ എഴുതിയിട്ട് സേറയ്ക്ക് കൊടുത്തു. Zaira reads what Ali has written in the notebook in a whisper. Zaira, if you tell Dad, he will beat both of us because he doesn't have money to buy you a pair of shoes. അവളോട് പറയാണ്, സേറ നീ ഡാഡോട് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് പറ്റും? നമുക്ക് 2 പേർക്കും അടി കിട്ടും. അതുപോലെ തന്നെ ഒരു പെയർ ഓഫ് ഷൂസ് വാങ്ങിക്കാനുള്ള പൈസയും ഡാഡിൻ്റെ കയ്യിൽ ഇല്ല. Zaira writes, then what should I do? ഞാൻ എന്ത് ചെയ്യും? In the notebook and passes it to Ali. അങ്ങനെ എഴുതിയിട്ട് അത് അലിക്ക് കൊടുത്തു. Ali writes, you can wear my sneakers and passes the notebook back. നിനക്ക് എൻ്റെ സ്നീക്കേഴ്സ് യൂസ് ചെയ്യാം എന്ന് പറഞ്ഞിട്ട് തിരിച്ചെഴുതി അവൾക്ക് കൊടുത്തു. Zaira writes, I'll wear them when you are back from school. ഒരു കാര്യം ചെയ്യാം, നീ സ്കൂളിൽ നിന്ന് തിരിച്ചു വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ നിൻ്റെ ഷൂസ് ഇട്ടുകൊണ്ട് നടക്കാം എന്ന് അവൾ തിരിച്ചു പറഞ്ഞു. During the passing of the notebook back and forth, only the notebook in close-up and hands invisible in the frame. Close-up of Zaira writing, the snap of her pencil breaks. Ali puts her pencil on the notebook for her to write. Zaira does not take the pencil. Close-up of pencil lying on the notebook. അപ്പോൾ ഇത് പറഞ്ഞിട്ട് ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും നോട്ട്ബുക്ക് ഷെയർ ചെയ്യുകയാണ്. അതിൻ്റെ മറുപടി എഴുതാനായിട്ട് സേറ എഴുതാൻ തുടങ്ങി കഴിഞ്ഞപ്പോഴത്തേന് എന്ത് പറ്റി? അവളുടെ പെൻസിലിൻ്റെ മോന ഒടിഞ്ഞുപോയി. സ്റ്റെപ്പ് ഓഫ് ഹെർ പെൻസിൽ ബ്രേക്സ്. പെൻസിലിൻ്റെ മോന ഒടിഞ്ഞുപോയി. അപ്പോൾ എന്ത് ചെയ്തു? അലി ആ പെൻസിൽ നോട്ട്ബുക്കിൽ മുകളിലേക്ക് വെച്ച് കൊടുത്തു. എന്തിനാണ്? അവൾക്ക് എഴുതാൻ വേണ്ടിയിട്ട് അല്ലേ? അവൾക്ക് എഴുതാൻ വേണ്ടി വെച്ച് കൊടുത്തപ്പോൾ അവൾ എടുത്തോ? ഇല്ല, അത് അവൾ എടുത്തില്ല. അവസാനം തുറന്ന ബുക്കിൻ്റെ മുകളിൽ ഈ പെൻസിൽ വെച്ചിരിക്കുന്നതിൻ്റെ ഒരു ക്ലോസപ്പ് ഷോട്ടോട് കൂടി ആ സീൻ അവിടെ തീരുകയാണ്. ഓക്കെ, ഇതൊരു മിഡിൽ സീനായിരിക്കാം ഒരു പക്ഷേ. ഒരു മൂവിയുടെ ആദ്യ ഭാഗത്തിൻ്റെയും അവസാന ഭാഗത്തിൻ്റെ ഇടയ്ക്ക് വരുന്ന മധ്യഭാഗമായിരിക്കാം. ചെറിയൊരു പോർഷൻ മാത്രം, 1, 2 സീൻ, 3, 4 സീൻ അല്ലേ, 1 to 4 സീൻ മാത്രമേ ഇതിനകത്തുള്ളൂ. ഇങ്ങനെയാണ് ഒരു മുഴുവൻ സിനിമയുടെ കഥയും എഴുതുന്നത്. കൂട്ടുകാർക്ക് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുകയാണ്. ഇതുവരെയുള്ള ചെറിയൊരു ഭാഗം, ഒരു കോബ്ലറിൻ്റെ ഷോപ്പ്, ഫാമിലി, ചെറിയൊരു ഇഷ്യൂ. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് ഇതിനകത്ത് ഡിസ്കസ് ചെയ്തേക്കുന്നത്. അപ്പോൾ ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടത്? ഇനി നമുക്ക് അടുത്തത് നമ്മുടെ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ഡിസ്കസ് ചെയ്യാന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ഡിസ്കസ് ചെയ്താലോ? ഓക്കെ, ലെറ്റ് us discuss our questions and the answers. Question number 1. The scene begins with a close-up shot. What frame would a filmmaker normally use when the characters speak? ക്യാരക്ടേഴ്സ് സംസാരിക്കുമ്പോൾ ഏത് ഷോട്ടാണ് നോർമലി ഒരു ഫിലിം മേക്കർ യൂസ് ചെയ്യുന്നതെന്നാണ് ക്വസ്റ്റ്യൻ. മീഡിയം ഷോട്ട്. Question number 2. Apart from the cobbler's shop, what other details do you get about the space in which the actions in scene 1 take place? Scene 1-ൽ കോബ്ലേഴ്സിൻ്റെ ഷോട്ടിലല്ലാതെ എന്ത് ഡീറ്റെയിൽസ് ആണ് കിട്ടുന്നതെന്നുള്ളതാണ്. കിട്ടുന്ന എന്തൊക്കെയാണ്? ആൻസർ, സ്ട്രീറ്റ്, a door with curtain hanging on it which appears to open into a row house. ഒരു സ്ട്രീറ്റും ഒരു വീടിൻ്റെ ഡോറും ആ ഡോറിൻ്റെ അകത്ത് വീട്ടിലേക്കുള്ള ഒരു എൻട്രിയുമാണ് ആ സീനിൽ നമുക്ക് അടുത്തായിട്ട് കിട്ടാൻ പോകുന്നത്. Question number 3. How many characters are introduced in scene 1? Who are they? Answer, 3 characters, cobbler, Ali and a man with a parcel. 3 characters ആണുള്ളത്. Question number 4. In scene 1 and 2, close-up shots of the hands the cobbler and Ali are shown. Do they serve any purpose? Explain. സീൻ 1-ലും 2-ലുമായിട്ട് കോബ്ലറിൻ്റെ അലിയുടെയും ക്ലോസപ്പ് ഷോട്ടുകൾ കാണിച്ചിട്ടുണ്ട് കൈയുടെ. എന്തിനു വേണ്ടിയാണ്? വാട്ട് ഇസ് ദ പർപ്പസ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ, ദേ ആർ ഇൻ ക്ലോസപ്പ് ബിക്കോസ് ദേ എംഫസൈസ് ദ വർക്ക് ദേ ആർ ഡൂയിങ്. It will show what kind of people are expected in the film. Such shots establish the groundwork for the story to take off. അവരെന്ത് ജോലിയാണ് ചെയ്യുന്നതെന്ന് എടുത്ത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെയുള്ള ഷോട്ടുകൾ യൂസ് ചെയ്യുന്നത്. ശരിക്കും സിനിമയുടെ ഒരു മൂവിങ്ങിന് വേണ്ടി, ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ട്, ക്യാരക്ടേഴ്സിനെ നമുക്ക് കൂടുതൽ മനസ്സിലാക്കുന്നതിനൊക്കെ വേണ്ടിയിട്ട് ഇങ്ങനെ ക്ലോസപ്പ് ഷോട്ടുകൾ എടുക്കുന്ന സീനുകൾ നമ്മളെ സഹായിക്കും എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. Question number 5. Where is the location shifted to? ലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? കഥ നടക്കുന്ന സ്ഥലം അതെങ്ങനെയാണ് ഷിഫ്റ്റ് ചെയ്തിരിക്കുന്നതെന്നാണ് ചോദിക്കുന്നത്. ലൊക്കേഷൻ ഈസ് ഷിഫ്റ്റഡ് ടു എ ഫുട് പാത്ത് ഔട്ട്സൈഡ് ദ ബേക്കറി.
ഒരു സ്ട്രീറ്റാണ് അല്ലേ, നമ്മൾ സ്റ്റോറി പറഞ്ഞപ്പോൾ പറഞ്ഞിരുന്നു ഒരു സ്ട്രീറ്റിലാണ് ഇത് നടക്കുന്നത്. മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലേ? ഇതുവരെയുള്ള ക്വസ്റ്റ്യൻ ആൻസേഴ്സ് എല്ലാം ക്ലിയർ ആണല്ലോ. അപ്പോൾ ക്വസ്റ്റ്യൻ നമ്പർ 6. What could be the camera of movement in this scene? Why is the camera moved in this manner? Answer: boom or crane shot to show that the junk collector is taking away the bundle of shoes. ആ സ്ട്രീറ്റിൻ്റെ ആ കാണിച്ചിരിക്കുന്നത് ബ്രൂം അല്ലെങ്കിൽ ക്രെയിൻ ഷോട്ടാണ്. വലിയൊരു ഷോട്ടിലാണ് കാണിച്ചത്. കാരണം എന്തുകൊണ്ടാണ്? ഈ ജങ്ക് കളക്ടർ വരുന്നതും ഇയാൾ ഈ ജങ്ക്സ് കളക്ട് ചെയ്യുന്നതിന് കൂടുതൽ ഈ ഷൂസ് അവിടെ നിന്ന് എടുത്തിട്ട് അത് അയാൾ കൊണ്ടുപോകുന്നു, സ്ട്രീറ്റിൽ കൂടെ അയാൾ പാസ് ചെയ്ത് പോകുന്നതും കാണിക്കേണ്ടത് ആവശ്യമാണ്. അതിനു വേണ്ടിയാണ് അങ്ങനെ ഒരു ഷോട്ട് എടുത്തിരിക്കുന്നത്. ക്ലിയർ അല്ലേ? ഓക്കെ. ക്വസ്റ്റ്യൻ നമ്പർ 7. വാട്ട് ആർ ദ ഈവൻറ്റ്സ് ടേക്കിംഗ് പ്ലേസ് ഇൻ സീൻ 3? സീൻ 3ൽ എന്തൊക്കെയാണ് നടക്കുന്നത്? അലി ഗോസ് ടു ദ വെജിറ്റബിൾ ഷോപ്പ്. He takes potatoes and asks the shopkeeper to write it in on the account. A junk collector comes and collects the junk. He thinks the bundle of shoes is also part of the junk. He throws it into the cart. In his earnest to locate the bundle, Ali scatters vegetable on the ground. The shopkeeper is angry and tells Ali to get lost. അയാൾ വെജിറ്റബിൾ ഷോപ്പിൽ ചെന്നു, പൊട്ടറ്റോസ് കളക്ട് ചെയ്ത് വാങ്ങിച്ചു വെച്ചു. ജങ്ക് കളക്ടർ വന്നിട്ട് ജങ്ക്സ് കളക്ട് ചെയ്യുന്ന കൂട്ടത്തിൽ എന്ന് പറഞ്ഞാൽ വേസ്റ്റ് കളക്ട് ചെയ്ത് കൊണ്ടുപോകുന്ന കൂട്ടത്തിൽ ഷൂസും ആ കൂടെ ഇടാനുള്ളതെന്നോർത്ത് ഷൂസും കൂടെ എടുത്ത് കൂട്ടത്തിലിട്ടിട്ട് അയാൾ കൊണ്ടുപോയി. അപ്പം വെജിറ്റബിൾസിൻ്റെ ഇടയ്ക്ക് ഷൂസ് തപ്പിയപ്പം വെജിറ്റബിൾസ് എല്ലാം സ്കാറ്റേർഡായി അവിടെ മറിഞ്ഞു വീണു. അപ്പോൾ എന്ത് ചെയ്തു? അക്ബർ അലിയെ ഷൗട്ട് ചെയ്ത് അയാൾ അവിടെ നിന്ന് ഓടി രക്ഷപ്പെട്ടു പോയി. ഇത്തരം കാര്യങ്ങളാണ് സീൻ 3ൽ വന്നിരിക്കുന്നത്. ഇതുവരെ നമ്മൾ ഡിസ്കസ് ചെയ്ത 7 ക്വസ്റ്റിൻ്റെ ആൻസേഴ്സ് നിങ്ങൾക്ക് ക്ലിയർ ആണല്ലോ അല്ലേ? ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 8. Which of the events is crucial in bringing about a twist in the narrative? ഈ നറേറ്റീവിനകത്തൊരു ട്വിസ്റ്റ് കൊണ്ടുവരുന്നത് എങ്ങനെയാണെന്നാണ് ചോദിക്കുന്നത്. ആൻസർ: ദ ടേക്കിംഗ് അവേ ഓഫ് ദ ബണ്ടിൽ ഓഫ് ഷൂസ് ബൈ ദി ജങ്ക് കളക്ടർ. ആ ജങ്ക്സ് കളക്ട് ചെയ്യാൻ വന്നയാൾ ഷൂസ് കൊണ്ടുപോയതാണ് ഈ സ്റ്റോറിയിലെ എന്താണ് ട്വിസ്റ്റ് എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? ഓക്കെ. ക്വസ്റ്റ്യൻ നമ്പർ 9. What impression do you get about the financial status of Ali's family? Support your answer with evidence from the text. അലിയുടെ ഫാമിലിയുടെ ഫിനാൻഷ്യൽ സ്റ്റാറ്റസ്, സാമ്പത്തികം എങ്ങനെയാണെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാകുന്ന എക്സാമ്പിൾസും കൂടെ എടുത്ത് പറയാനാണ് പറഞ്ഞിരിക്കുന്നത്. ആൻസർ: അലീസ് ഫാമിലി ഈസ് വെരി പുവർ. വി സി അലി ബൈങ് തിങ്സ് ഓൺ ക്രെഡിറ്റ്. ദ ഷോപ്കീപ്പർ ടെൽസ് അലി ദാറ്റ് ദ ക്രെഡിറ്റ് ലിമിറ്റ്സ് ഹാസ് റീച്ച്ഡ് ആൻഡ് ഹീ ഷുഡ് ഹാസ്റ്റ് ഹിസ് മദർ ടു പേ അറ്റ്ലീസ്റ്റ് പാർട്ട് ഓഫ് ദി പേയ്മെൻറ്റ് ഡ്യൂ ടു ഹിം. എന്താണ് പറഞ്ഞിരിക്കുന്നത്? വളരെ ദരിദ്രമായ പുവർ ഫാമിലിയാണ്. അതുപോലെ തന്നെ അയാൾ എങ്ങനെയല്ല സാധനം വാങ്ങിക്കുന്നത്? ക്രെഡിറ്റിലാണ്. പൈസ കൊടുക്കാതെ കടം പറഞ്ഞാണ് സാധനങ്ങൾ വാങ്ങിക്കുന്നത്. അമ്മയോട് പൈസ കൊടുത്തു വിടാൻ ആവശ്യപ്പെടണമെന്ന് ആരാണ്? കടക്കാരൻ പറഞ്ഞു വിടുന്നുണ്ട്. അപ്പോൾ ഈ കാര്യങ്ങളിൽ നിന്നെല്ലാം നമുക്ക് മനസ്സിലാകും അലിയുടെ ഫാമിലി ഒരു പുവർ ഫാമിലിയാണെന്നുള്ളത്. ക്ലിയർ ആണല്ലോ അല്ലേ? ഓക്കെ. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 10. What interesting strategy does the narrator make use of in presenting the talks between Ali and his sister? Why do you think they communicate in such a way? അലിയും സിസ്റ്ററും കൂടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? അങ്ങോട്ടും ഇങ്ങോട്ടും എഴുതിയാണ് അല്ലേ? എന്തുകൊണ്ടായിരിക്കും അങ്ങനെ ഒരു മെത്തേഡ് അവർ കമ്മ്യൂണിക്കേഷന് വേണ്ടി, കാര്യങ്ങൾ സംസാരിക്കാൻ അങ്ങോട്ടും ഇങ്ങോട്ടും അറിയിക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്നത് എന്നാണ് ക്വസ്റ്റ്യൻ. ആൻസർ: ദ കമ്മ്യൂണിക്കേറ്റ് ബൈ റൈറ്റിംഗ് ഓൺ ദ നോട്ട്ബുക്ക് ആൻഡ് ദെൻ പാസിംഗ് ദ നോട്ട്ബുക്ക് ടു ദി അതർ. They do that because they don't want to let the parents know about the loss of their shoes. എന്തുകൊണ്ടാണ് അങ്ങോട്ടും ഇങ്ങോട്ടും അവർ എഴുതിക്കൊണ്ട് സേറ ചോദിക്കാനുള്ളത് എഴുതിയാണ് സേറ ചോദിച്ചത്. അതുപോലെ തന്നെ അലിക്ക് പറയാനുള്ളത് അലി എഴുതിയാണ് സേറയോട് തിരിച്ച് പറഞ്ഞതും. അത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ ഷൂസ് നഷ്ടപ്പെട്ടു പോയി എന്നുള്ള കാര്യം പേരൻസ് അറിയണ്ട എന്നായിരുന്നു കുട്ടികളുടെ ആഗ്രഹം. ഓക്കെ. they know well about their family background and their situations. So they handle it like that. അതുകൊണ്ടാണ് അങ്ങനെ കമ്മ്യൂണിക്കേഷൻ ഒരു രീതി അവരെ സ്വീകരിച്ചത്. ഓക്കെ. ക്വസ്റ്റ്യൻ നമ്പർ 11. Do you think the sound of a hammer is used deliberately in this scene? What effect does it produce? Answer: yes, it is used deliberately. It tells us that the father of Ali is a worker with wood as he is chopping wooden flints with a hammer on a block. ആ ഹാമറിൻ്റെ സൗണ്ട് ഇടയ്ക്കിടയ്ക്ക് കേൾപ്പിക്കുന്നത് എന്തിനാണെന്നാണ്. അപ്പോൾ എന്തിനാണ്? അത് മനഃപൂർവ്വമാണ്, ഡെലിബറേറ്റ്ലി ആണ്. മനഃപൂർവ്വം എന്തെന്ന് വെച്ചാൽ അലിയുടെ ഫാദർ വർക്ക് ചെയ്യുന്നൊരു മനുഷ്യനാണ്. മേ ബി എ ജോയിനർ ഓർ എ കാർപ്പൻറ്റർ, അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും അയാളുടെ ജോലി. അപ്പോൾ ഈ വുഡൻ ഫ്ലിൻസ് വെച്ച് ഹാമർ വെച്ചിട്ട് ചെയ്യുന്നത് നമ്മൾ അറിയണം. ഓക്കെ. ഹീ ഈസ് എ വർക്കിംഗ് മാൻ എന്നുള്ളതാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. അതിനു വേണ്ടിയാണ് ആ സൗണ്ട് ഇങ്ങനെ ഡെലിബറേറ്റ്ലി കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഓക്കെ. ഇവരുടെ എല്ലാ ക്വസ്റ്റ്യൻ ആൻസേഴ്സും ക്ലിയർ ആണല്ലോ അല്ലേ? ഓക്കെ. അപ്പോൾ നമ്മൾ നേരത്തെ ചാപ്റ്റർ ഡിസ്കസ് ചെയ്യുന്ന എല്ലാ കൂട്ടുകാർക്കും ഓർമ്മയുണ്ടല്ലോ അല്ലേ? മൈ സിസ്റ്റേഴ്സ് ഷൂ.
അതായിരുന്നു നമ്മുടെ ചാപ്റ്ററിൻ്റെ പേര്. ഇതൊരു പ്ലേ ആയിരുന്നു. നമ്മളെല്ലാ കാര്യങ്ങളും നന്നായിട്ട് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ആൻഡ് ദ ലാസ്റ്റ് ആക്ടിവിറ്റി സെൽഫ് ആക്ടിവിറ്റിയാണ്. എല്ലാ കൂട്ടുകാരും തന്നെ ചെയ്യാൻ ശ്രമിക്കണം. നമ്മളിപ്പോൾ ഈ ചാപ്റ്റർ പഠിച്ച പോലെ തന്നെ അതിലെ കാര്യങ്ങളൊക്കെ എങ്ങനെയാണോ പ്രസൻറ്റ് ചെയ്തിരിക്കുന്നത് അതുപോലെ ഒരു സ്ക്രിപ്റ്റൊക്കെ എഴുതി സാധിക്കുന്ന കൂട്ടുകാർ അതൊക്കെ ഷൂട്ട് ചെയ്ത് ഒരു വീഡിയോ ആക്കാൻ നിങ്ങൾക്ക് സമയമുള്ളപ്പോൾ ചെയ്യുക. അല്ലെങ്കിൽ നിങ്ങളുടെ അത് ഒരു വർക്കിലേക്കാക്കി വെക്കുക. ഓക്കെ, നിങ്ങളുടെ കഴിവുകളൊക്കെ നമുക്ക് അതിലൂടെയാണ് ഇങ്ങനെ സ്വന്തമായിട്ട് ചെയ്യുന്ന ഓരോ ആക്ടിവിറ്റീസിലൂടെയാണ് നമുക്ക് അറിയാൻ പറ്റുന്നത്. ആൻഡ് നമ്മൾ മജീദി നമ്മുടെ റൈറ്റർ, അദ്ദേഹത്തെക്കുറിച്ച് ഡിസ്കസ് ചെയ്തു. എല്ലാ ക്വസ്റ്റിനും അതിൻ്റെ ആൻസേഴ്സും നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഹോപ്പ് യു ഓൾ അണ്ടർസ്റ്റാൻഡ് ഓൾ ദ ടോപ്പിക്സ് ടുഡേ വി ഹാവ് ഡിസ്കസ്ഡ് ആൻഡ് we will see in next video. Till then, okay, bye bye.